സ്നേഹമുള്ളവരെ, ഇന്ന് കനകമുല സെന്റ് ആനിൻസ് ഇടവക ദേവാലയത്തിലും കുരിശുമുടിയിലും വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ദിവസമാണ്. വിശുദ്ധ തോമാശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും സ്നേഹപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുന്നു. തിരുനാളിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ 8:30 കുരിശുമുടിയിലേക്കുള്ള തിരുനാൾ പ്രദക്ഷിണം ഭക്തി നിർഭരമായിട്ട് ആരംഭിക്കുന്നു. തുടർന്ന് രാവിലെ 10:30 ആഘോഷമായിട്ടുള്ള ദിവ്യബലി കുരിശുമുടിയിൽ അർപ്പിക്കപ്പെടുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട ജെയിംസ് കൊച്ചുപറമ്പിലച്ഛൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും വിശുദ്ധ കുർബാന. അതിനുശേഷം താഴത്തപ്പള്ളിക്ക് അരികെ നമ്മൾ നേർച്ച ഊട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നേർച്ച ഊട്ടും എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. തോമാശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ പ്രത്യേകമായിട്ട് ആഘോഷിച്ച് യേശുവിൻ്റെ സാക്ഷികളായിട്ട് മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. തോമാശ്ലീഹയുടെ മാധ്യസ്ഥം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ തോമാശ്ലീഹയുടെ പ്രാർത്ഥന. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ഹൃദയബദ്ധ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും ബന്ധിതരെ മോചിക്കുവാനും കുരുടർക്ക് കാഴ്ച നൽകുവാനും മർദ്ദിതരെ സ്വന്തരാക്കുവാൻ കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രതിസമ്മാന ദിനവും പ്രഖ്യാപിക്കുവാനായി ലോകത്തിലേക്ക് അവതരിച്ച ക്രിസ്തുനാഥ, അങ്ങയുടെ ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ തോമാശ്ലീഹായെ സുവിശേഷ ജോലിക്കായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ ദീപം എല്ലാവർക്കും കാണത്തക്ക വിധം ഉയർത്തി പ്രതിഷ്ഠിക്കുവാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആധ്യാത്മിക ബൗദ്ധികവുമായ അനുഗ്രഹങ്ങൾ അങ്ങയുടെ മഹത്വത്തിനും സമസ്ത സൃഷ്ടികളുടെ ഉപകാരത്തിനുമായി വിനിയോഗിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ ആഗ്രഹത്തെ സഫലമാക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് ഞങ്ങൾ ഖേദിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനും ജനങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളെയും ഫലമണിയിക്കണമേ. അങ്ങനെ ഈ തിരുനാൾ ക്രിസ്തീയ സഭയ്ക്കും ഇടവകയ്ക്കും നിരവധിയായ പ്രശ്നങ്ങൾ കൊണ്ട് ക്ലേശിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിനും ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും ധാരാളമായി ലഭിക്കുന്ന അവസരമായി ഭവിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഇറങ്ങി എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഒന്നാം സ്ഥലം ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെടുന്നു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിന് ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടി അടിയേറ്റ ശരീരം, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഇരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു, എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപോലെ സമുചിതനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ